ഇന്ന് വൈകുന്നേരം 7 മണിക്ക് കൊൽക്കത്തയിലെ കിഷോർ ഭാരതി ക്രീഡാങ്കൺ സ്റ്റേഡിയത്തിൽ ഡ്യൂറന്റ് കപ്പിൽ രണ്ടാമത്തെ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ചില്ലറക്കാരൊന്നുമല്ല, ഇന്റർകാശി എഫ് സിയും മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബുമാണ്. ഈ ഒരു രണ്ട് ക്ലബ്ബുകൾ തമ്മിലുള്ള പോരാട്ടത്തിന് പലരും കളിക്കളത്തിന് പുറത്ത് വർഗീയ മുഖത്തിന്റെ മാനമൊക്കെ നൽകുന്നുണ്ട്. അതൊക്കെ വേറെ കാര്യം. ആ ക്ലബ്ബുകളുടെ പേരെങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ ഒന്നും കാണേണ്ട കാര്യമില്ല. അപ്പോൾ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിന് ഇന്ത്യൻ ഫുട്ബോളിൽ വളരെ ദീർഘകാലത്തെ പരിചയമുണ്ട്. 2 തവണ ചാമ്പ്യന്മാരായിട്ടുള്ള ക്ലബ്ബ് കൂടിയാണ്. ഇന്റർകാശിയുടെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ താരതമ്യേന പുതിയ ക്ലബ്ബാണ്. അവകാശപ്പെടാൻ അത്ര വലിയ ലെഗസി ഒന്നും ഇന്റർകാശി എന്ന് പറയുന്ന കുഞ്ഞൻ ക്ലബ്ബിനില്ല. എങ്കിൽ പോലും അവർ വളരെ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ക്ലബ്ബ് തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും സക്സസ്ഫുൾ പരിശീലകനായിട്ടുള്ള അന്റോണിയോ ലോപ്പസ് സബാസിനെ തങ്ങളുടെ പരിശീലകനായി നിയമിച്ചു. എങ്കിൽ പോലും ഇന്നത്തെ മത്സരത്തിൽ അവരുടെ പരിശീലകൻ അന്റോണിയോ ലോപ്പസ് സബാസ് ഒന്നുമല്ല, അറാട്ട ഇസ്മി എന്ന് പറയുക കേരള ബ്ലാസ്റ്റേഴ്സ് താരമാണ് അവരുടെ പരിശീലകൻ. അവർ അവസാനത്തെ കുറച്ച് മത്സരങ്ങളിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് എന്ന് കരുതി നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ സ്ക്വാഡിൽ ഒരേ ഒരു വിദേശ താരം മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് നോക്കുകയാണെങ്കിൽ അവർ ISL തങ്ങളുടെ പ്രവേശനം ഗ്രാൻഡ് ആക്കാൻ വേണ്ടിയിട്ട് വളരെ വലിയ തയ്യാറെടുപ്പുകൾ എടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഗ്രൂപ്പ് ബിയിൽ ഈ 2 ക്ലബ്ബുകൾ മാത്രമല്ല, നമ്മുടെ ബംഗളൂരു FC ഉണ്ട്, അതുകൂടാതെ ഇന്ത്യൻ നേവി ഉണ്ട്. അപ്പം ഈ 4 ടീമുകൾക്കും ആദ്യത്തെ വിജയം അനിവാര്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാൻ ഒരു അപ്പർ ഹാൻഡ് കിട്ടും എന്നുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ 2 ക്ലബ്ബുകളും കൈമെയ് മറന്ന് പോരാടും. അപ്പം കളിക്കളത്തിന് ഗാലറികളിൽ ആരാധകരുടെ പോരാട്ടവും നമുക്കിന്ന് പ്രതീക്ഷിക്കാം.